എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തിയുമായുള്ള ബന്ധത്തിൻ്റെ ഭാവി എന്തെന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നോക്കാം ആ വ്യക്തിയുമായുള്ള ബന്ധത്തിൻ്റെ ഭാവി എന്താണെന്ന് അറിയാം എന്നതിനെക്കുറിച്ചാണ്. നമുക്ക് നൽകിയിരിക്കുന്ന കാർഡുകളിൽ ഒന്നാമത്തെ കാർഡ് റിംഗ് ആണ്, മോതിരമാണ്. തീർച്ചയായിട്ടും ആ വ്യക്തിയുമായി ഊർജ്ജസ്വലമായൊരു ബന്ധം അതിന് സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അത് നടന്നിരിക്കുന്നു, അല്ലെങ്കിൽ നടക്കാനിരിക്കുന്നു, അല്ലെങ്കിൽ നടക്കും. കാരണം ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നു. ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുമായിട്ടുള്ളൊരു ബന്ധത്തിന് താല്പര്യമുണ്ട്. അത് ആഘോഷപൂർവ്വം, ഏറ്റവും ആചാരപൂർവ്വം അല്ലെങ്കിൽ നിയമാനുസൃതം നടക്കണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ഉറപ്പ് ആ വ്യക്തി നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. ആ വ്യക്തിയുമായി ചേർന്ന് ഒരു ബന്ധത്തിൽ നിങ്ങളും ആ ഉറപ്പ് ആഗ്രഹിക്കുന്നുണ്ട്. ആ കാര്യത്തിൽ ആ വ്യക്തിക്കും നിങ്ങൾക്ക് ഒരേ മനസ്സാണ്. കാരണം ഒരുമിക്കുക, അതൊരു ഓർമ്മയാകുക, അതൊരു സമ്മാനമാകുക, അതൊരു ജീവിത ഗതിയായി മാറുക, അല്ലാതെ വെറുതെ പാഴായി നിങ്ങളെ വഞ്ചിക്കാനോ ചതിക്കാനോ ഒന്നുമല്ല. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരാഗ്രഹമായി, ഒരു സ്വപ്നമായി ജീവിതത്തിൽ അത് കൊണ്ടുപോവുക, കൊണ്ടു നടക്കുക, അതുതന്നെയാണ് ആഗ്രഹം. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരാഗ്രഹമില്ല. വളരെ സ്നേഹിച്ച്, വളരെ ഇഷ്ടപ്പെട്ട്, വളരെ താല്പര്യത്തോടെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു മനസ്സാണ് ആ വ്യക്തിക്കുള്ളത്. ഒരിക്കൽ പോലും ആ മനസ്സിൽ മറ്റ് ചിന്തകളില്ല, മറ്റ് അഭിപ്രായങ്ങളില്ല. എന്നെന്നും ഒരുമിച്ച്, എന്നെന്നും ഉത്സാഹിച്ച് സന്തോഷത്തോടെ പെരുമാറി പോകാൻ തന്നെയാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. അടുത്തതായിട്ട് രണ്ടാമത്തെ പൈൽ പുസ്തകമാണ്. പുസ്തകമെന്ന് പറയുമ്പോൾ അതൊരു ആത്മീയമായ അല്ലെങ്കിൽ ജ്ഞാനത്തിൻ്റെയൊക്കെ പ്രതീകമാണ്. ഹൃദയത്തിൽ തൊട്ട ഒരു ബന്ധമാണ് ആ വ്യക്തി നിങ്ങളുമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ ബന്ധത്തിൻ്റെ ഭാവി അത് തന്നെയാണ്. അതൊരു ഉറപ്പാണ്. അത് ഒരു പോസിറ്റീവ് എനർജിയാണ്. ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റോടുകൂടി ഓരോ കാര്യത്തെയും കാണുന്ന ഒരു ബന്ധം, അല്ലാതെ വെറുതെ ഉണ്ടാക്കിയ ഒരു ബന്ധമല്ല. ജീവിതത്തിൽ ഒരുപാട് ഘടകങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ബന്ധത്തിൽ അധിഷ്ഠിതമായിട്ടുണ്ട്. ആ ബന്ധം എന്നെന്നും കാത്തു സൂക്ഷിക്കുന്ന, എല്ലാ കാലത്തും ആവശ്യമുള്ളൊരു ബന്ധമാണെന്ന് ആ വ്യക്തിക്കറിയാം. അതുകൊണ്ട് തന്നെ ആ ബന്ധം നിലനിന്ന് പോകും. ആ വ്യക്തിക്ക് അറിയാവുന്നതും നിങ്ങൾക്കറിയാവുന്നതും ഈ ബന്ധത്തിൻ്റെ വിധിയും അത് തന്നെയാണ്. ആത്മീയമായ ഒരു ദർശനവും അതിനുണ്ട്. തലമുറകളായിട്ട് പകർന്നു പോകുന്നൊരു ബന്ധമായിട്ടത് തീരും. അല്ലാതെ കേവല ബന്ധമല്ല. എല്ലാ കാലത്തും മാറ്റമില്ലാതെ തുടരും. കാരണം ഒരു പുസ്തകത്തിൽ എഴുതിയ കാര്യങ്ങൾ ഒരിക്കലും മായുന്നില്ല, മറയുന്നില്ല. അത് എത്ര കാലം കഴിഞ്ഞാലും അതുപോലെ തന്നെ നിലനിൽക്കും. എത്ര പഴക്കമുണ്ടെങ്കിലും ആ അറിവ് ഒരിക്കലും മായുന്നില്ല. എന്നതുപോലെ തന്നെ നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും ബന്ധം ഭാവിയിൽ ദൃഢമായിരിക്കും. അതിന് മൂല്യമുണ്ടാകും. അത് വില വെക്കുന്നതായിരിക്കും. സമൂഹം അതിനെ അംഗീകരിക്കുന്നതായിരിക്കും. നിങ്ങളുടെയും ആ വ്യക്തിയുടെയും മനസ്സ് അതിനെ കേന്ദ്രീകരിച്ച് നിൽക്കും എന്നുള്ളതൊക്കെയാണ് നമുക്ക് ഈ പൈലിൽ നിന്ന് അറിയുന്നത്. ഇതൊരു പോസിറ്റീവായിട്ടുള്ളൊരു പൈലും കൂടിയാണ്, അല്ലെങ്കിൽ ഒരു കാർഡാണ്. ആ ബന്ധത്തിൻ്റെ നിലനിൽപ്പ് നമുക്കതിൽ അറിയാം. നമുക്ക് മൂന്നാമത്തെ ലെറ്റർ അഥവാ കത്ത് എന്ന് പറയുന്ന ആ കാർഡിലേക്ക് പോകാം. കൃത്യമായ ആശയവിനിമയമുള്ളൊരു ബന്ധമായിരിക്കും. നിങ്ങൾക്ക് പറയാനുള്ളത് ആ വ്യക്തിയും, ആ വ്യക്തിക്ക് പറയാനുള്ളത് ആ വ്യക്തിയും തുറന്ന് പറയണം. ആ സാഹചര്യത്തിലായിരിക്കും ഈ ബന്ധം ദൃഢമാകുന്നത്. ഒരിക്കൽ പോലും ഒരു കാര്യവും തുറന്നു പറയാതെ, അല്ലെങ്കിൽ ഒരു കാര്യവും മനസ്സ് തുറന്ന് സംസാരിക്കാതെ മുന്നോട്ട് പോകരുത്. അങ്ങനെ സംഭവിച്ചാൽ അത് വലിയൊരു നഷ്ടമാവും, ആത്മനഷ്ടമായിട്ട് മാറും. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞുകൊണ്ട്, മനസ്സ് സജ്ജമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുക. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പരസ്പരം തുറന്നു പറയാനുണ്ട്. ഒരുപാട് മാനസികമായിട്ട് നിങ്ങൾ അടുക്കാനുണ്ട്. കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറയാൻ ഒരുപക്ഷെ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെ ഒരു ഭാഗ്യം സിദ്ധിക്കും. അങ്ങനെ വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും.
പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അത് വലിയ ഒരു ചൈതന്യത്തോടെ വളരെ പോസിറ്റീവായിട്ട് ആ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ഒരു നല്ല ആശയവിനിമയത്തോടു കൂടി ആ ബന്ധത്തെ കൊണ്ടുപോകാൻ കഴിയും. നിങ്ങളും ആ വ്യക്തിയും കൂടുതൽ കാര്യങ്ങൾ തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ. അത് നല്ലതായിരിക്കും. അതിനുള്ള ഭാഗ്യം സിദ്ധിക്കുകയും ബന്ധം ദൃഢമാകുകയും ചെയ്യും. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ തുറന്ന് പറയേണ്ടത് നിങ്ങളുടെ ബന്ധത്തിൻ്റെ ആവശ്യകതയാണ്. ഒരുപക്ഷെ ഒരു തേർഡ് പാർട്ടിയോ അല്ലെങ്കിൽ ചില ആളുകളോ നിങ്ങളുടെ ബന്ധത്തെ തകർക്കുവാനായിട്ട് ഉള്ള ശ്രമങ്ങളായിട്ട് വന്നേക്കാം. അങ്ങനെ വരുമ്പോൾ ആ സാഹചര്യത്തിൽ അവർ നിങ്ങളുടെ ബന്ധത്തിൽ മുതലെടുപ്പുകൾ നടത്താതിരിക്കാനും നിങ്ങളുടെ വ്യക്തിയെയും തകർക്കാതിരിക്കാനും കൂടുതൽ കാര്യങ്ങൾ മനസ്സ് തുറന്ന് നിങ്ങൾ സംസാരിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ മനസ്സ് തുറന്ന് സംസാരിക്കപ്പെടുമ്പോൾ നിങ്ങൾക്കും ആ വ്യക്തിക്കും പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്ത് ജീവിക്കാൻ കഴിയും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക.